ഹലോ ഗൈസ്, അങ്ങനെ നന്ദുവിന് നല്ല പരിക്ക് പറ്റിയിട്ട് ICUലാണ് കേട്ടോ. അത് മാത്രമല്ല, വണ്ടി ഓടിച്ചിരുന്ന പോലീസുകാരൻ ഗുരുതരാവസ്ഥയിലുമാണ്. അത് മാത്രമല്ല, ജലജ തന്റെ മകൻ തന്നിൽ നിന്നും ഒളിപ്പിച്ച ആ ഒരു നഗ്ന സത്യം, അതായത് ചന്ദമോളാണ് അബിയുടെ അച്ഛനെന്നുള്ള ആ സത്യം ദേവയാനി വെളിപ്പെടുത്തുന്ന ആ ഒരു കിഡിലൻ എപ്പിസോഡും കൂടിയാണിത്. അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത് നന്ദുവിന് പരിക്ക് പറ്റിയ വിവരം ജലജ സന്തോഷത്തോടെ അബിയോട് പറയുന്നത് വരെയാണ്. അതിന്റെ ബാക്കി എപ്പിസോഡ് നോക്കാം. അങ്ങനെ ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ മോനെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അല്ല, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നമ്മളായിട്ട് ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്തിട്ടില്ലെന്ന്? നീയൊരു പക്ഷെ ചെയ്ത് കാണില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മേ, അപ്പൊ അമ്മയാണ് ഈ കൊട്ടേഷൻ കൊടുത്തത്? ഞാനൊന്നും അല്ല. പിന്നെന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നത്? അവളൊക്കെ ഏത് സമയം പൂജാമുറിയിൽ കള്ള കണ്ണീര് ഒലിപ്പിച്ച് പ്രാർത്ഥനയല്ലേ? എന്നിട്ടാണെങ്കിലോ അവൾമാർക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? അതൊട്ടും ഇല്ല. എന്നാലേ അവൾമാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ദൈവം മുഖവിലേക്ക് എടുക്കുമെന്ന്. എന്നാലേ ഈ ജലജയുടെ പ്രാർത്ഥനയും ദൈവം കേട്ടുന്നു കൂട്ടിക്കോ. അതാ ഞാൻ പറഞ്ഞത് ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന്. എന്നെ കൊണ്ട് കഴിയുന്നതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓ, അപ്പ അമ്മ അങ്ങനെ പറഞ്ഞതാണല്ലേ? അതെ, അല്ലാതെ അമ്മയല്ലല്ലേ ഈ കൊട്ടേഷൻ കൊടുത്തത്? അല്ലടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊള്ളാം. ഇല്ലാന്നുണ്ടെങ്കിലേ അവള് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ അവളെ നിസ്സാര സമയം കൊണ്ട് കണ്ടെത്തും. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, ഇതിന് പിന്നിൽ അമ്മയുടെ കൈയുണ്ടെങ്കിൽ നേരത്തെ പറയണമെന്ന്. ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ നമുക്ക് ദൈവമായിട്ട് കൊണ്ടുതരുന്നതാ. ഏതായാലും ഇന്ന് സന്തോഷിക്കാൻ ഒരു വകയായി. അല്ല, മറ്റവൻ വിളിച്ചില്ലല്ലോ അല്ലേ? ഇല്ലടാ, കൊറേ നേരായിട്ടേ അമ്മായിയമ്മയും മരുമകളും ആകെ സങ്കടത്തിലാ. അവര് സങ്കടപ്പെടട്ടെ അമ്മേ. നമ്മളെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചതല്ലേ, അതിനൊക്കെ അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അനുഭവിക്കണം മോനെ. എന്റെ മോനെ ജയിലിൽ കിടത്തിയപ്പോ പെറ്റമ്മയുടെ വേദന എത്രത്തോളം നൊന്തുവോ അതാ ദേവയാനി അനുഭവിക്കണം. ദേവയാനി മാത്രമല്ല, അവൾക്കൊരു മരുമകളുണ്ടല്ലോ, അവളും അതൊക്കെ അനുഭവിക്കുമേ. അതിനുവേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിർത്തിയ ചാരനെ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അവനെ അവിടുത്തെ നല്ല ഒന്നാന്തരം ജയിൽ പുള്ളിയാ. അതുകൊണ്ട് അവന് നന്നായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് ആ ആദർശിനെ ജയിലിൽ അടച്ചു എന്നുള്ള വാർത്ത കേട്ടാ മതിയായിരുന്നു. അല്ല മോനെ, അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ തലവെട്ടും കൈവെട്ടും ഒക്കെ ആണല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടാവോ? ഏയ്, അതിനുള്ള സാധ്യതയൊന്നുമില്ല. ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്താ അമ്മേ, അവൻ അങ്ങ് ഒറ്റയടിക്ക് തീർന്നു കിട്ടില്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ കുഞ്ഞുനാൾ മുതലേ കാണുന്നത് കൊണ്ട് എനിക്കെന്തോ. എന്താ അമ്മ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അവന് വെറുതെ വിടണമെന്നാണോ? അങ്ങനെയല്ല, അവിടുത്തെ നിയമങ്ങളൊക്കെ കുറച്ച് കടുകട്ടിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ആദ്യം അവൻ എങ്ങനെയെങ്കിലും ജയിലിലാക്കട്ടെ. അത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ. എന്തായാലേ ഞാൻ ഈ സന്തോഷ വാർത്ത അവളുടെ ചേച്ചിമാരുണ്ടല്ലോ അവരെയൊക്കെ ഒന്ന് അറിയിക്കട്ടെ അബി. ശരി. അല്ല അബി, ഇനി നിന്റെ ഭാര്യയുടെ മനസ്സെങ്ങാനും അലിയോ? സ്വന്തം അനിയത്തിക്കല്ലേ അപകടം പറ്റിയിരിക്കുന്നത്? ഏയ്, അവളുടെ മനസ്സ് അങ്ങനെ പെട്ടെന്ന് അലയാനുള്ള സാധ്യതയില്ല. കാരണം ജീവന തുല്യം ഇപ്പൊ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ ജയിലിൽ കിടത്തി അവൾക്ക് എന്ത് ആപത്ത് പറ്റിയാലും ചിലപ്പോൾ നവ്യക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായാലേ അവൾമാരടുത്ത് നിന്ന് ഈ വിവരം ഒന്ന് പറയട്ടെ. പുറത്ത് കുറച്ച് സങ്കടം പ്രകടിപ്പിക്കാം, പക്ഷെ ഉള്ളിൽ എനിക്ക് ആനന്ദമാണ്. പടക്കം പൊട്ടിക്കാനാ തോന്നുന്നത്. അതൊക്കെ നമുക്ക് പുറത്ത് പോയിട്ട് ആഘോഷിക്കാമേ. തൽക്കാലം ഈ സന്തോഷ വാർത്ത എല്ലാവരും ഒന്ന് അറിയട്ടെ. ശരി. ഇതും പറഞ്ഞ് ജലജ നേരെ പോകുന്നത് ദേവയാനിയുടെയും നയനയുടെയും അടുത്തോട്ടാണ് കേട്ടോ. അപ്പോൾ നയനയും ദേവയാനിയും കാണിക്കുന്നുണ്ട്. ദേവയാനിയുടെ മുറിയിലാണ് കേട്ടോ നയന. അമ്മേ, എനിക്ക് പേടിയാവുന്ന പോലെ. മോൾ ഇങ്ങനെ വിഷമിക്കാതെ. മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതിന് സമയത്തിന് ആഹാരം കിട്ടണം. അതുകൊണ്ട് മോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കി. എനിക്കിപ്പോ ഒന്നും വേണ്ട അമ്മേ. എന്റെ ആദർശേട്ടനൊന്ന് വിളിച്ചാ മതി. എന്നാ പിന്നെ ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കാം. ആദർശ വിളിക്കുന്നില്ലല്ലോ മോളെ. ഇവൻ ഇത് എന്തു പറ്റിയാവോ? മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവന് നന്നായിട്ട് അറിയാവുന്നതാ. എന്നിട്ടും എന്താ ഇങ്ങനെ വിളിക്കാതിരിക്കുന്നത്? എത്ര തിരക്കുണ്ടെങ്കിലും അവൻ തിരിച്ചു വിളിക്കേണ്ടതല്ലേ? അമ്മേ, എനിക്ക് പേടിയാവുന്നത് പോലെ. അമ്മയൊന്ന് അച്ഛനോടോ ചെറിയച്ഛനോടോ വിവരം തിരക്കാൻ പറയൂ. അതിന് ഞാൻ പറഞ്ഞു മോളെ അതൊക്കെ. അപ്പോൾ ജയേട്ടനാ പറഞ്ഞത് നാളെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണെന്ന്. നാളെ വരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല അമ്മേ. എന്റെ ആദർശേട്ടന് എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് പ്രത്യേകിച്ചു. മോളെ അതേ വിഷമം തന്നെയാണ് എനിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ വിളിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. അവിടെ നമ്മളെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, ജയേട്ടനോട് പറഞ്ഞിട്ട് അവരെ വിളിപ്പിക്കാം. മോള് വിഷമിക്കാതിരിക്കേ. അമ്മേ, എന്നാ അത് പെട്ടെന്നാവട്ടെ. എനിക്ക് ആദർശേട്ടനെ കുറിച്ച് അറിയാനായിട്ട് ആകെ വെപ്രാളം പോലെ. ഈ മോളെ ഇങ്ങനെ ആദ്യം കയറ്റുന്നത് എന്തിനാ ഇവന്? എന്നാ പിന്നെ ഞാൻ ജയേട്ടനോടത് പറയട്ടെ. ഇതും പറഞ്ഞിട്ട് ദേവേനെ അവിടുന്ന് പോവാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ജലജ അങ്ങോട്ട് വരുന്നത്. ഏട്ടത്തി ഇത് എങ്ങോട്ട് പോവാ? ഏട്ടത്തി വല്ലതും അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? അയ്യോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇത് കേട്ടപ്പോ തന്നെ നയന പറയുന്നുണ്ട്, അപ്പച്ചി ആദർശേട്ടൻ അബിക്കോ നിങ്ങൾക്കോ മറ്റും വിളിച്ചോ? അയ്യോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അല്ലേ? എന്താ അപ്പച്ചി എന്തോന്നും പറയാത്തത്?
എന്താ പറ്റിയെന്ന് പറ. നൈനെ അത് പിന്നെ ജലജെ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കാത്ത എന്താ എന്റെ കുഞ്ഞിനെ പറ്റിയെന്ന് പറ. അയ്യോ, എന്റെ ആദർശേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട് അമ്മേ. അപ്പച്ചി എന്നിൽ നിന്ന് മറച്ചു വെക്കാണ്. ജലജെ, നീ എന്താ ഓരോന്ന് ഇങ്ങനെ തപ്പിപ്പിഴഞ്ഞ് പറയുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? ആദർശിന്റെ കാര്യമല്ല ഞാൻ പറയാൻ വന്നത്. പിന്നെ നമ്മുടെ നന്ദുവിന്റെ കാര്യമാണ്. നന്ദുവിന്റെ കാര്യമോ? നന്ദുവിന്റെ എന്ത് കാര്യം? നമ്മുടെ നന്ദുവിനെ ഒരു ആക്സിഡന്റ് പറ്റി. പോലീസ് ജീപ്പ് വാഹനത്തിന്റെ പിന്നിൽ വന്നിട്ട് ഏതോ ഒരു വാഹനം ഇടിച്ചതാ. ആ വാഹനക്കാരന്റെ അശ്രദ്ധയാണെന്നാ പറഞ്ഞത്. പിന്നെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നന്ദുവിന്റെ വാഹനം ഓടിച്ച പോലീസുകാരനില്ലേ, അയാൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല ഗുരുതരാവസ്ഥയിലാണെന്നാ പറഞ്ഞത്. പിന്നെ നന്ദുവിന്റെ കാര്യം എന്താണെന്ന് ന്യൂസിൽ പറഞ്ഞതുമില്ല. എന്ത് ന്യൂസിലോ? ന്യൂസിൽ വരാൻ മാത്രം എന്ത് പ്രശ്നം? ജലജെ, നീ എന്തിനാ ഇങ്ങനെ മോളെ വിഷമിപ്പിക്കുന്നത്? ഒന്നാമത് ആദർശ് വിളിക്കാത്തതിനുള്ള വിഷമായിട്ട് നടക്കുക. ആദർശ് വിളിക്കാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? ദേ, ഇപ്പൊ ഞാൻ ന്യൂസിൽ കേട്ട വാർത്തയാവെന്ന് പറഞ്ഞത്. ഇവളുടെ അനിയത്തിയല്ലേ അത്, അപ്പൊ ഇവൾ അറിയിക്കണ്ടേ? സത്യമാണോ ജലജ നീ പറഞ്ഞത്? ഞാൻ സത്യമാ പറഞ്ഞത്. നന്ദുമോളെ പറ്റി ഒന്ന് ന്യൂസ് പറഞ്ഞില്ലേ? ഇല്ല. എന്നാ പിന്നെ കനകയ്ക്കൊന്ന് വിളിച്ചു നോക്കാം മോളെ. അയ്യോ, എന്റെ നന്ദുവിന് എന്താ പറ്റിയതമ്മേ? മോളെ വിഷമിക്കാതെ. ഇവളല്ലേ പറഞ്ഞത് അത്രയ്ക്കൊന്നും പറ്റിക്കാണില്ല, നമുക്ക് കനകയ്ക്കൊന്ന് വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ദേവ്യാനി നേരെ കനകയ്ക്ക് വിളിക്കാൻ കേട്ടോ. പക്ഷേ കനക വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ കനക ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ ദേവ്യാനി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ആദർശമോ വിളിച്ചോ? അത് പിന്നെ മോള് നേരത്തെ വിളിച്ചപ്പോ വിഷമിച്ചോണ്ടാ മോൻ വിളിച്ചില്ലെന്ന് പറഞ്ഞത്. അതുകൊണ്ടാ ചോദിച്ചത് ആദർശമോ വിളിച്ചോന്ന്. അതിതുവരെ വിളിച്ചില്ല, അവനവിടെ നല്ല തിരക്കുണ്ടെന്നാ തോന്നുന്നത്. അയ്യോ, എന്നാലും മോളെങ്കിലും ഒരു തവണ അവന് വിളിക്കായിരുന്നു. അത് പിന്നെ കനകെ, അവിടെ നല്ല തിരക്കാ ഉണ്ടാവുക. തിരക്കൊന്നും ഒതുങ്ങിയിട്ട് വിളിക്കാന്ന് കരുതിയിട്ടായിരിക്കും. എന്നാലും വയറ്റിലൊരു കുഞ്ഞുമായിട്ട് ഒരമ്മ കാത്തിരിക്കല്ലേ അവന് വിളിക്കാന്. പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ ഭാരമല്ലേ ആദർശിന്റെ തലയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടാവും. കനകെ, നന്ദുവിന്റെ കാര്യം ഞാൻ പറയാൻ വന്നത്. അവളെ രാവിലെ ഇറങ്ങിയതാ ഡ്യൂട്ടിക്ക്, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഗോവിന്ദേട്ടനാണെങ്കിൽ പുറത്തോട്ട് കുറച്ച് ശില്പം കൊണ്ടുകൊടുക്കാൻ പോയതാ, ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലേക്ക്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും നന്ദൂട്ടൻ ഇങ്ങ് കണ്ടില്ല. ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാ. ചിലപ്പോ അവള് പുറത്തുനിന്ന് കഴിച്ചു കാണും. എന്നാ പിന്നെ ശരി കനകെ. അല്ല, ദേവ്യാനി ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വെറുതെ വിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാ. പക്ഷേ അങ്ങനെയല്ലല്ലോ ശബ്ദം കേട്ടിട്ട് തോന്നുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി അവിടെ? ഇവിടെ ഒന്നുമില്ല കനകെ, നീ വിഷമിക്കണ്ട. ഇവിടെ എന്തുണ്ടാവാനാ? നയനമോൾ എൻ്റെ അടുത്തുണ്ട്. മോൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു ഞാൻ. എന്തായാലും അതെങ്കിലും നടക്കട്ടെ. ആദർശമോൻ ഇല്ലാത്തതുകൊണ്ടേ അവള് ഭക്ഷണം ഒന്നും എടുത്ത് കഴിക്കില്ല. ചേച്ചി ശ്രദ്ധിക്കുന്ന എനിക്കറിയാം, അതാ എൻ്റെ ഏക ആശ്വാസം. എന്നാ ശരി കനകെ. അമ്മ എന്താ പറഞ്ഞത്? അത് പിന്നെ കനക ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നി കനക അറിഞ്ഞു കാണില്ലെന്ന്. എന്നിട്ട് ഏട്ടത്തി എന്താ പറയാതിരുന്നത്? ഞാനേ നിന്നെ പോലെ മനസാക്ഷി ഇല്ലാതെ നടക്കുമല്ല. എല്ലാവരോടും പറയണതങ്ങ് പറയാൻ. അതിനൊക്കെ സമയം സന്ദർഭമുണ്ട്. അമ്മേ, അപ്പച്ചായിട്ട് വഴക്കിടാതെ നന്ദുവിന് എന്താ പറ്റിയെന്നൊന്ന് അറിയാൻ നോക്കണം. നമുക്ക് ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ? അതിനെങ്ങനെയാ മോളെ? ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനേ ജേട്ടനോട് നിന്ന് കാര്യം പറയട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ദേവിയാനി നേരെ താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. നയനയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചോണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് സോഫയിൽ ഒരു ഭാഗത്ത് വളരെയധികം വിഷമിച്ചോണ്ട് നിൽക്കുന്ന നയനയാണ് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. നല്ല മോഡേൺ ഡ്രസ്സിലൊക്കെയാണ് കേട്ടോ പുറത്തോട്ട് വരുന്നത്. ഇത് കണ്ട നയന പറയുന്നുണ്ട്, ചേച്ചി. എന്താടി ചേച്ചി എങ്ങോട്ടാ? അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഇതൊക്കെ നീ അറിയേണ്ടതേ എന്റെ ഉത്തരവാദിത്ത. ഇതൊക്കെ നിങ്ങൾക്കുള്ള തിരിച്ചടിയാ. കമ്പനിനെ എനിക്ക് വീണ്ടും ഒരു പരസ്യത്തിന് വിളി വന്നിട്ടുണ്ട്. ആ പരസ്യം അഭിനയിക്കാൻ വേണ്ടി പോവാ. ചേച്ചി, ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ടും ചേച്ചി പരസ്യം അഭിനയിക്കാൻ പോവാണോ? എങ്ങനെയൊരു വാർത്ത? എന്ത് വാർത്ത അറിഞ്ഞെന്ന്? അപ്പോ ചേച്ചിയോട് അപ്പച്ചിയൊന്നും പറഞ്ഞില്ലേ? എന്ത്? ചേച്ചി, നന്ദുവിന് ആക്സിഡന്റ് പറ്റി. എനിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അധികം യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നന്ദുവിന് എന്ത് പറ്റിയെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. നന്ദുവിന് ആക്സിഡന്റ് പറ്റിയെന്നോ? അതെങ്ങനെ? ഒന്നും അറിയില്ല ചേച്ചി. ചേച്ചിക്ക് പറ്റുമെങ്കിൽ ഒന്ന് ചെന്ന് അന്വേഷിക്കേ. അല്ല, അവൾ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞോ? ഇല്ല ചേച്ചി, എനിക്കൊന്നും അറിഞ്ഞൂടാ. അവക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ എന്തിനാ നവ്യെ നീ കേൾക്കാൻ നിൽക്കുന്നത്? നിന്റെ ഭർത്താവിന് ഒരു ആവശ്യം വന്നപ്പോ ഈ പറഞ്ഞവൾമാരൊക്കെ കൈകെട്ടി നോക്കി നിൽക്കുമല്ലായിരുന്നോ? ആ സമയത്ത് നവ്യയുടെ മനസ്സിലോട്ട് ഓരോന്ന് കുത്തിവെക്കാൻ ശ്രമിക്കാനിട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, അപ്പച്ചി ഈ സമയത്ത് എന്തിനാ ഇങ്ങനെ വാശിയും വൈരാഗ്യവും? നന്ദുവിന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് അറിയണം ചേച്ചി. അമ്മ പറഞ്ഞതും ശരിയാ. എന്റെ ഭർത്താവിനോട് കരുണ കാണിക്കാത്തവരെ ഞാൻ എന്തിനാ പരിഗണിക്കുന്നത്? അവക്ക് എന്ത് പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല. എന്ന് വെച്ചാ എനിക്കൊരു ചുക്കും ഇല്ലെന്നർത്ഥം. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എല്ലാരും കൂടി ജയിലിൽ കയറ്റിയതല്ലേ? അന്നൊന്നും കണ്ടില്ലല്ലോ ഈ സങ്കടവും പരിഭവമൊന്നും. അന്ന് ഞാനും എന്റെ കുഞ്ഞു മാത്രം അനുഭവിച്ച് തീർത്തെല്ലാം. അങ്ങനെ അനുഭവിച്ചോ? അമ്മേ, എനിക്കൊരു ഷൂട്ടുണ്ട് കമ്പനിയുടെ.
ഓ മോള് പോയിട്ട് വാ, എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. ശരി അമ്മേ. ആ പിന്നെ അമ്മേ, നന്ദുവിന്റെ വല്ല വിവരവും കിട്ടിയാ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം. എന്തൊക്കെ പറഞ്ഞാലും രക്തബന്ധല്ലേ, സ്വന്തം അനിയത്തിയായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും, നിവർത്തികേട്. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് പോകുന്ന സമയത്ത് നയനയ്ക്ക് നല്ല ദേഷ്യം വരാൻ കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ചേച്ചി നിന്നേ. ഇത് കേട്ടപ്പോ തന്നെ നവ്യ ഒന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിരിഞ്ഞ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ദേ നയനെ, ഞാനൊരു നല്ല കാര്യത്തിന് പോവാ, അപ്പൊ പിന്നെ നിന്ന് വിളിക്കരുത്. ഒരു നല്ല കാര്യം, സ്വന്തം അനിയത്തി അപകടം പറ്റി ഐസിയിലാണെന്ന് കേട്ടിട്ടും മനസ്സലയത്ത ചേച്ചിയുടെ മനസ്സിന്റെ കട്ടി ഞാനൊന്ന് ആലോചിക്കുക. അതെടി, എന്റെ മനസ്സ് ഉറച്ച പാറക്കല്ല് പോലെയാ. ആ പാറക്കല്ലിനെ നിനക്കെന്നല്ല എന്റെ ശത്രുക്കൾക്കാർക്കും ഉടയ്ക്കാൻ പറ്റില്ല. ചേച്ചി, അങ്ങനെ ഞങ്ങൾ മരിച്ചാലെങ്കിലും ചേച്ചി ഞങ്ങളെ കാണാൻ വരൂ. ആ സമയം നവ്യ ഒന്ന് അപ്സെറ്റ് ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ജലജ വിഷയം മാറ്റാൻ വേണ്ടി ഒരു കാര്യം എടുത്തതാണ്. മോളെ, സമയത്തിന് ചെന്നില്ലെങ്കിലേ ചിലപ്പോ നിനക്ക് പരസ്യത്തിലെ ചാൻസ് നഷ്ടപ്പെടും. വെറുതെ ഇവളുടെ വാചകടി കേട്ട് നിൽക്കണോ? ഇതൊന്നും നടക്കാത്ത കാര്യമല്ലേ. മോൾക്ക് എന്തെങ്കിലും പറ്റിയാലും ഇവൾമാരൊന്നും കണ്ണീരൊഴിക്കില്ല, ഇരുന്ന് സന്തോഷിക്കും. അങ്ങനെയുള്ളവരുടെ അനുകമ്പ നീയും കാണിക്കണ്ട. അതിനാരനുകമ്പ കാണിക്കുന്നു? അവക്ക് എന്തു പറ്റിയാലും എനിക്കെന്താ? എനിക്കിപ്പോ എന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെയും എന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കാര്യം. അതിനിടയിൽ ആരിടങ്കോലിടാൻ വന്നാലും പിഴുതെറിയേണ്ടത് ഈ നവ്യ പിഴുതെറിഞ്ഞിരിക്കും. പിന്നെ നയനെ, ഇതെനിക്ക് ജീവിക്കാൻ കിട്ടിയ കച്ചിത്തുരുമ്പാ. നിങ്ങളെയൊന്നും ആശ്രയിക്കാതെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അതിന്റെ ഇടയിൽ ഇടങ്കോലിടാൻ വന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തൊക്കെ പറയുന്നു എനിക്കറിയില്ല. നല്ലൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങള് എന്റെ ചേച്ചിയെ കഴിയുന്ന പരമാവധി ചൂട് പിടിപ്പിക്കുകയാണല്ലേ. അയ്യോ, ഞാൻ എന്ത് ചെയ്തു? നിങ്ങളൊക്കെ അവളോട് ചെയ്തതിനാ അവള് പകരം തന്നോണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാനായിട്ട് ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ മോനെ ജയിലിലോട്ട് കൊണ്ടുപോകുമ്പോ എന്തോ ഉത്സാഹമായിരുന്നു. അന്ന് എന്റെ മോനെ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവക്ക് ഈ ദേഷ്യമൊക്കെ നിങ്ങളോടിപ്പോ ഉണ്ടാവോ? ഇല്ല. അപ്പൊ നിങ്ങളായിട്ട് വരുത്തി വെച്ച കാര്യങ്ങളാ ഇതൊക്കെ. അനുഭവിച്ചോ, അല്ലാതെ എന്തു പറയാൻ. പിന്നെ എന്റെ മോനെ കൊത്താൻ നിന്നാലേ ദിവസേന നീയൊക്കെ ഇതുപോലെ അനുഭവിക്കും, നോക്കിക്കോ. അവള് വയറ്റിലൊരു ചരക്കം വെച്ച് നിൽക്കുക. ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് പോവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവ്യാനി വരുന്നത്. മോളെ, എന്തായമ്മേ, നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ആദർശേട്ടൻ ആർക്കെങ്കിലും വിളിച്ചിരുന്നോ? അത് പിന്നെ മോളെ, ആദർശിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവനവിടെ തിരക്കിലാണെന്ന് അറിയാൻ പറ്റിയത്. പിന്നെ നന്ദുവിന്റെ കാര്യം അത് കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. നന്ദു ഐസിയിലാണെന്നാ കേട്ടത്. അയ്യോ, എന്റെ നന്ദുവിന് എന്തു പറ്റിയമ്മേ? മോളെ, മോളിങ്ങനെ ഒരുപാട് ആലോചിച്ച് ആദ്യ കയറ്റല്ലേ. എന്തായാലും ജയേട്ടനും അജയനും കൂടി പുറപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിലോട്ട്. മോളുടെ അച്ഛനും അമ്മയൊന്നും ഈ വിവരം അറിഞ്ഞിട്ടില്ല. അവരെ അറിയിക്കേണ്ടതാ ജയേട്ടൻ ഇപ്പൊ പറഞ്ഞത്. എനിക്ക് പേടിയാവും അമ്മേ, എന്റെ നന്ദൂട്ടിന് എന്തു പറ്റി? ഒന്നും പറ്റിക്കാണില്ല, മോള് വിഷമിക്കാതിരിക്കെ. അമ്മേ, നേരത്തെ അപ്പച്ചി പറഞ്ഞത് കേട്ടില്ലേ? അത് സത്യമാണമ്മേ. ഞാൻ ഫോണിലും കണ്ടു. നന്ദുവിന്റെ വിവരമൊന്നും അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പിന്നെ ആ ഡ്രൈവറെ കാര്യമോ പറയുന്നത്, അയാൾക്ക് ഗുരുതരാവസ്ഥയിലാണെന്നാ പറഞ്ഞത്. അപ്പോൾ എൻ്റെ നന്ദുവിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടമ്മേ. ഐസിയുലാണെന്ന് അറിയാൻ പറ്റിയത്, കൂടുതലൊന്നും അറിയാൻ പറ്റിയിട്ടില്ല മോളെ. അതുകൊണ്ട് ജയേട്ടനും അജയനും കൂടി പോട്ടെ. എന്താ വിവരം എന്ന് വെച്ചാൽ അവർ പറയുമല്ലോ. എനിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല അമ്മേ. നന്ദുവിന് ആക്സിഡന്റ് പറ്റിയിരിക്കുന്നു. ആദർശേട്ടനാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. മോളെ, ആദർശ തിരക്കിലാണെന്ന് അറിഞ്ഞല്ലോ. പിന്നെ നന്ദുവിന്റെ കാര്യമില്ലേ എന്നെ അറിയേണ്ടത്. അതെന്തായാലും എത്രയും പെട്ടെന്ന് അറിയും. ഓക്കെ, എന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദുവിന്റെ വീടാണ് കേട്ടോ. അതായത് നന്ദാവനം. അവിടേക്ക് ഒരു പോലീസുകാരൻ പോലീസ് ജീപ്പിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ കനക പറയുന്നുണ്ട്, ദേ ഗോവിന്ദേട്ടാ, അവളെ നേരം വൈകി എത്തിയേക്കുവാ. ഇന്നുച്ചയ്ക്ക് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നറിയോ? അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും അവൾ ഇപ്പോഴാ വരുന്നത്. മിക്കവാറും പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചു കാണും. അങ്ങനെ മോള് ചെയ്യില്ലല്ലോ കനകെ. അവൾ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് കഴിക്കേണ്ടതല്ലേ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവക്കിത് എന്തു പറ്റി? മോളിങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നമുക്ക് ചോദിക്കാം. ഗോവിന്ദേട്ടാ, ഇതിനൊക്കെ നല്ല രണ്ടെണ്ണം പറയാ വേണ്ടത്. അവൾക്ക് കുറച്ച് ദിവസമായിട്ടേ ഭക്ഷണം കഴിക്കണമെന്ന് പോലും ഇല്ല. ശരീരമൊക്കെ കണ്ടില്ലേ, ആകെ മെലിഞ്ഞൊട്ടിയിരിക്കുക. ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പറഞ്ഞ പയ്യന്മാർക്ക് അവളെ എങ്ങാനും പറ്റുമോ? അതൊക്കെ പറ്റും കനകെ. ആ സമയത്താണ് ഒരു പോലീസുകാരൻ അകത്തോട്ട് കയറി വരുന്നത്. ഇത് കണ്ടപ്പോ കനക പറയുന്നുണ്ട്, ആഹാ, ഇന്ന് വേറെ ആളും ഉണ്ടോ? മാഡം. ഓ, എന്താ മോനെ? നന്ദൂട്ടനൂടെ? നന്ദു വന്നില്ലേ? അത് പിന്നെ എന്തെങ്കിലും പറഞ്ഞയച്ചു കാണുമല്ലേ അവള്? അല്ല, അവളെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ മോനെ. എന്താ പറ്റിയത്? ഇനി വല്ല ഗുണ്ടകളെ ഇടിച്ചിടാൻ പോയോ? അവിടെ റേഞ്ച് ഇല്ലേ? മാഡം, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നുണ്ട്. കനകെ, ഇവരെന്തോ പറയാനാണല്ലോ വന്നത്. എന്താ? സാർ, അത് മാഡത്തിന് ഒരു ആക്സിഡന്റ് പറ്റി. എന്ത്? എന്റെ നന്ദൂട്ടനോ? അതെ മാഡം, പിന്നീന്ന് ഒരു വണ്ടി വന്ന് ഇടിക്കുമായിരുന്നു. അയ്യോ, എന്നിട്ട് എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? അത് പിന്നെ മാഡത്തിന് ഐസിയിൽ കയറ്റിയിട്ടുണ്ട്. എന്താന്നുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞു.
അയ്യോ എന്റെ നന്ദൂട്ടൻ. ഗോവിന്ദേട്ടാ, എന്റെ നന്ദൂട്ടൻ എന്താ പറ്റിയത്? കനകെ, നീ വെപ്രാളപ്പെടാതിരിക്കെ, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ഗോവിന്ദേട്ടാ, എന്റെ മോക്ക് എന്ത് പറ്റി? മാഡത്തിന് ഒന്നും പറ്റില്ല. ഇത്രയും പെട്ടെന്ന് ഡ്രസ്സ് മാറി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അങ്ങനെ കനക പറയുന്നുണ്ട്, എനിക്ക് ഡ്രസ്സ് ഒന്നും മാറണ്ട ഗോവിന്ദേട്ടാ, നമുക്ക് പോവാ ഗോവിന്ദേട്ടാ. നിങ്ങൾ വണ്ടി എടുക്ക്. ഇതും പറഞ്ഞ് കനക ഈ ഗോവിന്ദന്റെ കൂടി കണ്ണീരോട് കൂടിയിട്ട് ആ പോലീസ് വാഹനത്തിൽ കയറുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഗോവിന്ദേട്ടാ, ഇതെന്തൊരു പരീക്ഷണാണ്. എന്ത് നമ്മുടെ മോക്ക് ഇങ്ങനെ സംഭവിക്കാൻ? അല്ല, എന്റെ മോക്ക് എന്താ പറ്റിയത് സാറേ ശരിക്ക്? അപ്പൊ വാഹനം ഓടിക്കുന്ന പോലീസുകാരൻ പറയുന്നുണ്ട്, അത് പിന്നെ മാഡത്തിന്റെ വാഹനം പോയിക്കൊണ്ടിരിക്കെ പിന്നീന്ന് ഒരു വാന് വന്ന് ഇടിച്ചതാണെന്ന് അറിയാൻ പറ്റിയത്. അതിലുള്ള വ്യക്തി എന്തോ ഉറങ്ങിപ്പോയതാണെന്നാ കേട്ടത്. എന്നിട്ട് എന്റെ മോക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലേ? മാത്രമല്ലായിരുന്നു, അതിൽ വണ്ടി ഓടിച്ചിരുന്ന മറ്റൊരു പോലീസുകാരനും കൂടി ഉണ്ടായിരുന്നു. അയാൾക്ക് ഗുരുതരാവസ്ഥയിലാ. അയ്യോ ഗോവിന്ദേട്ടാ, അപ്പൊ എന്റെ നന്ദൂട്ടൻ. മാഡത്തിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വണ്ടി വിട്. പരമാവധി സ്പീഡിലാണ് സാറേ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അവിടെ ജയനും അജയനും കയറി വരുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഉള്ളിൽ നിന്നൊരു ഡോക്ടർ പുറത്തോട്ട് വരുന്നുണ്ട്. ഡോക്ടറെ, നന്ദുവിന് എങ്ങനെയുണ്ട്? നന്ദുവിന്റെ ബന്ധുക്കളാ, അച്ഛനും അമ്മയും വന്നില്ലേ? അവരെ വിവരം അറിയിച്ചതാണല്ലോ. അവര് വരുന്നുണ്ടെന്നാ തോന്നുന്നത്. അല്ല, നന്ദുവിന്റെ അവസ്ഥ എന്താ? നന്ദുവിന് അത്യാവശ്യം പരിക്കൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പറ്റിയത് വാഹനം ഓടിച്ച ആൾക്കാ. അയാള് കുറച്ച് ഗുരുതരാവസ്ഥയിലാ. അയ്യോ, അപ്പോ നന്ദുവിന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല അല്ലേ ഡോക്ടർ? അങ്ങനെയൊന്നും പറയാനായില്ല. എവിടെയെങ്കിലും ഒടിവോ ചതവോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ സ്കാൻ ചെയ്താലേ പറയാൻ പറ്റൂ. ഇപ്പൊ തൽക്കാലം ബോഡിയുടെ പുറത്ത് അത്യാവശ്യം പരിക്കുകളുണ്ട്. അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് അറിയണം. സാറേ, ഒന്ന് കഴിയുന്ന പരമാവധി പെട്ടെന്ന് നോക്കൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി നോക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കൂ അവര് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആ ഡ്രൈവർക്ക് വേണ്ടി. ശരി. ആ സമയത്താണ് നന്ദുവിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത്. അപ്പൊ തന്നെ ഗോവിന്ദൻ ഓടി വരുന്നുണ്ട് കേട്ടോ. ജയനും അജയനും ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണോ ഞങ്ങളോടൊരു വാക്ക് പറയാതിരുന്നത്? അത് പിന്നെ ഞങ്ങൾ അറിഞ്ഞ പോലെയൊക്കെ തന്നെയാ നിങ്ങളും അറിഞ്ഞത്. അല്ല, എന്റെ മോക്ക് എന്താ പറ്റിയത്? ഗോവിന്ദൻ വിഷമിക്കണ്ട, അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. തൽക്കാലം വിഷമിക്കാതിരിക്കുക. എങ്ങനെ സാറേ വിഷമിക്കാതിരിക്കുക? ഞങ്ങളുടെ മോക്കല്ലേ പറ്റിയത്. ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. പരമാവധി ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതല്ലാതെ ഇനി മറ്റു മാർഗമൊന്നുമില്ല. അല്ല, ഡോക്ടർ കണ്ടില്ലേ ജയേട്ടാ എന്താ പറഞ്ഞത്? അത് പിന്നെ നന്ദുവിന്റെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ മറ്റേയാൾ നല്ല ഗുരുതരാവസ്ഥയിലാ. പിന്നീന്ന് ഒരു വാഹനം വന്ന് ഇടിക്കുമായിരുന്നു. പോലീസ് നിഗമനത്തിൽ പറയുന്നത് ശത്രുക്കൾ ആരോ ഇടിച്ചതാണെന്നാ. പക്ഷേ ന്യൂസുകാരൊക്കെ പറഞ്ഞിട്ടാക്കുന്നത് അയാൾ ഉറങ്ങിപ്പോയെന്നാ. എന്നാ അതല്ലെന്നാ അറിയാൻ പറ്റിയത്. വാഹനം ഇടിച്ചിട്ടിട്ട് എവിടേക്കോ പോയി കളിയായിരുന്നു. ഗോവിന്ദേട്ട, നമ്മുടെ മോക്കിനി ഈ ജോലി വേണ്ട ഗോവിന്ദേട്ട. ശത്രുക്കളെ കൊണ്ട് നിറയും. നന്ദോട്ടിന് എന്തേ പറ്റി ഞാൻ ജീവിച്ചിരിക്കില്ല. ഇതും പറഞ്ഞോണ്ടേ കനക അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ. ജയ, എന്റെ മോക്ക് അങ്ങനെയൊന്നും പറയില്ല ഗോവിന്ദ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനിയാണ്. അനിയാണെങ്കിൽ റൂമിലെ ലാപ്ടോപ്പില് വർക്കിന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ആ സമയത്ത് വളരെയധികം വിഷമിച്ചോണ്ട് വാതിലിന്റെ അരികെ വന്നിട്ട് ജാനകി നിൽക്കുകയാണ്. ഇവനോട് എങ്ങനെയാ ഞാൻ ഈ കാര്യം പറയാ? ഒന്നുമില്ലെങ്കിലും എന്റെ മോൻ ഏറെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയല്ലേ. ഞാനായിട്ട് അവരുടെ ബന്ധം നടത്തി കൊടുത്തില്ല. അവരുടെ ഇടയിൽ ഒരു ഇടങ്കോലായിട്ട് നിന്നു. ഇവനോട് ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവനാകെ വിഷമിക്കും. അപ്പൊ തന്നെ അനി പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അമ്മ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വന്നിരിക്കേ. അത് പിന്നെ മോനെ, എന്താ അമ്മയുടെ മുഖത്തൊരു വിഷമം പോലെ. അത് പിന്നെ അല്ല, അച്ഛനുമായി വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അച്ഛനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെന്താ അമ്മേ? അല്ല, ആദർശേട്ടൻ വിളിച്ചോ? ഇല്ല മോനെ, ആദർശ് ഇതുവരെ വിളിച്ചില്ല. അവിടുത്തെ സ്റ്റാഫിന് വിളിച്ച് പറയാൻ പറ്റിയത് ആദർശ് തിരക്കിലാണെന്നാ. നല്ല ഏട്ടനാ, ഇത്ര നേരമായിട്ട് വിളിച്ചില്ല അല്ലേ? ഒന്നില്ലെങ്കിലും നയനേച്ചി ഏത് സമയം ഏട്ടനെ കുറിച്ച് ആലോചിച്ചിരിക്കുക. പാവത്തിന്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ, അതെങ്കിലും നോക്കിയിട്ട് ഏട്ടനൊന്ന് ഫോൺ വിളിക്കായിരുന്നു. ഇതെന്തായാലും മോശമായിപ്പോയി. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടല്ലോ, പറയമ്മേ. അത് പിന്നെ പറയമ്മേ, കളിപ്പിക്കാതെ. അത് നമ്മുടെ നന്ദു ഇല്ലേ? നന്ദു ഉണ്ട്. നന്ദുവിന് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റി. ICUലേ ഇപ്പം നന്ദു. എന്ത്? നന്ദുവിന് എന്തു പറ്റി? പിന്നീന്ന് അവളുടെ പോലീസ് വാഹനത്തിൽ ആരോ വന്ന് ഇടിച്ചതാ. അയ്യോ, നന്ദുവിന് എന്തു പറ്റി അമ്മേ? എന്നിട്ട് ആരും എന്തോന്നും പറയാതിരുന്നേ? എല്ലാരും ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ മോനെ. അയ്യോ, നന്ദു ഏതോ ഹോസ്പിറ്റലാ അമ്മേ. മോൻ വിഷമിക്കേണ്ട. നന്ദുവിന്റെ വിവരം എന്തെങ്കിലും അറിഞ്ഞോ? അത് നന്ദുവിന്റെ കൂടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന പോലീസുകാരന് ഗുരുതരാവസ്ഥയിലാണെന്നാ കേട്ടത്. നന്ദുവിന്റെ അവസ്ഥ ഏകദേശം അതുപോലെ എന്നാ അച്ഛൻ വിളിച്ചപ്പോ പറഞ്ഞത്. അയ്യോ, അപ്പൊ എന്റെ നന്ദുവിന് ഇതും പറഞ്ഞുകൊണ്ട് അനി അവിടുന്ന് ഓടുകയാണ് കേട്ടോ. ജാനകിയാണെങ്കിൽ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അവരുടെ ബന്ധത്തിന് ഒരിക്കൽ പോലും ഞാൻ സമ്മതിച്ചില്ല.
പാവം എൻ്റെ മോന്. ഇത് പറഞ്ഞിട്ട് ജാനകി വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനിയാണ്. അനി ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് കേട്ടോ. വല്ലിച്ച, അച്ഛാ, നന്ദുന് എങ്ങനെയുണ്ട്? അത് മോനെ എങ്ങനെ അറിഞ്ഞു? എന്നോട് അമ്മ പറഞ്ഞതാ. എന്നെ നന്ദുന് എന്തെങ്കിലും പറ്റിയോ? അച്ഛാ, എന്താ പറ്റിയത് നന്ദുന്? മോനെ നിങ്ങൾ വന്നേ. ഇതും പറഞ്ഞുകൊണ്ട് ജയനും അജയനും കൂടി അവനെ കൂട്ടി ഒരു ഭാഗത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഒരു സൈഡിലാണെങ്കിൽ ഗോവിന്ദനും കനകിയിരിക്കുന്നുണ്ട്. ഗോവിന്ദേട്ട, നമ്മുടെ മോക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ലെന്നല്ലേ ജയനും അജയനും പറഞ്ഞത്. നമുക്ക് സമാധാനിക്കാം. ഡോക്ടർ വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവർ പുറത്തു കൊണ്ടുപോയിട്ട് അനിയോട് സംസാരിക്കുന്നതാണ്. അനി, നന്ദുവിൻ്റെ അച്ഛനും അമ്മയായിരിക്കുന്നത്. അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ വെപ്രാളപ്പെടരുത്. അവർക്കും പേടി കൂടത്തേയുള്ളൂ. നന്ദുവിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പരിക്കുകളുണ്ട്. പിന്നെ ചതവോ ഒടിവോ ഉണ്ടെന്ന് സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. എന്തൊരു വിധിയാ നന്ദുവിനിത്. എങ്ങനെയാ അച്ഛൻ സംഭവിച്ചത്? ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ? അങ്ങനെ ആവാനാ വഴിയെന്നാ പോലീസുകാർ പറഞ്ഞത്. ആരായാലും എൻ്റെ നന്ദുവിനെ കൊല്ലാൻ നോക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. മോനെ, നീ ഇതിനിടയിൽ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് നവീൻ വരുന്നത്. നവീന് വാർത്ത അറിഞ്ഞിട്ടാണ് വരുന്നത്. അനി, നന്ദുവിന് എന്താടാ പറ്റിയത്? അപ്പോൾ ജയം പറയുന്നുണ്ട്, മോനെ, നന്ദുവിന് ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നന്ദുവിന്റെ കൂടെ വണ്ടി ഓടിച്ചിരുന്ന ആള് ഗുരുതരാവസ്ഥയിലാണെന്നാ പറഞ്ഞത്. അപ്പൊ നന്ദു മുൻപിൽ തന്നെ ആയിരിക്കും ഇരുന്നത്. അപ്പോൾ അവക്ക് എന്തെങ്കിലും പറ്റിയോ ജയേട്ടാ? ഒന്നുമില്ല. ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയട്ടെ, എന്നിട്ട് എന്താണെന്ന് അറിയത്തുള്ളൂ. ഷോ, നന്ദുവിന്റെ ഒരു അവസ്ഥ ഞാൻ എപ്പോഴും നന്ദുവിനോട് പറയുന്നതാ. ചുറ്റിലും ശത്രുക്കളാണെന്ന്, സൂക്ഷിക്കണമെന്ന്. അപ്പോഴൊക്കെ അവൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരുമായിരുന്നോ? പിന്നെ പോലീസുകാരാണെങ്കിലും കുറച്ചൊക്കെ നിൽക്കേണ്ടടുത്ത് നിൽക്കണം. അതെങ്ങനെയാ? നന്ദുവിന് അങ്ങനെയൊന്നും അറിയില്ലല്ലോ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരാൻ കേട്ടോ. ഹനി, എന്റെ നന്ദുവിന് എന്തെങ്കിലും പറ്റൂടാ. നന്ദുവിനെത്തി പറ്റി ഞാൻ ജീവിച്ചിരിക്കില്ല. ആ സമയത്ത് അനി മനസ്സിൽ കരുതുന്നുണ്ട്, ഹോ, അത്രമേൽ എന്റെ നന്ദുവായിട്ട് ഇവൻ അടുത്തു കഴിഞ്ഞു. അനി, നീ എന്താടൊന്നും പറയാത്തത്? എനിക്കിപ്പോ മൊത്തത്തെ ആദ്യമാവുന്നു. എന്റെ പെണ്ണിന് എന്തെങ്കിലും പറ്റുവോടാ? ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് അനിക്ക് ദേഷ്യം വരാൻ കേട്ടോ. നീ എന്താടാ അനി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ അവളെ എന്റെ പെണ്ണായിട്ട് കണ്ടടാ. അതുകൊണ്ട് എനിക്ക് ഇത്ര വിഷമം. അവളെ എന്റെ ജീവിതത്തിൽ ഒരു പാർട്ടാക്കി കഴിഞ്ഞു ഞാൻ. എനിക്ക് അവളെ വേണടാ. അവളില്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞപ്പോ തന്നെ അനി ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, നിർത്ത്. എന്താടാ? മതി. ഇനി നീ ഒരു അക്ഷരം നന്ദുവിനെ കുറിച്ച് പറയരുത്. എന്ത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്റെ പെണ്ണിനെ മറ്റൊരുത്തൻ സ്വന്തം പെണ്ണെന്ന് പറയുമ്പോ അത് കേട്ട് നിൽക്കണം ഞാൻ. ഇത് കേട്ടപ്പോ നവീനൊന്നും മനസ്സിലാവാതെ ആകെ അമ്പരന്ന് നിൽക്കാൻ കേട്ടോ. നീ എന്തൊക്കെ ഈ പറയുന്നത്? സ്വന്തം പെണ്ണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞുതരാം. കിടക്കുന്ന നന്ദുവില്ലേ, ഇപ്പൊ ഐസിയിൽ കിടക്കുന്നവള്, അവളെന്റെ പെണ്ണാ. നിന്റെ പെണ്ണോ? അതെങ്ങനെ നിന്റെ പെണ്ണാവും? അവളെ ഞാനാണ് ആദ്യം സ്നേഹിച്ചത്. നവീൻ, ആദ്യം സ്നേഹിച്ചോ രണ്ടാമത് സ്നേഹിച്ചോ എന്നൊന്നും അല്ല. അവളെനിക്ക് അവളുടെ മനസ്സ് പകുത്ത് തന്നതാ നവീൻ. എന്ത്? നീ എന്താടാ തമാശ പറയണോ? നിനക്കെന്താ വട്ടായോ? വട്ട്. ഇതിനൊക്കെ വട്ടെന്ന് നീ പറയുമെങ്കിൽ വട്ടെന്ന് പറഞ്ഞോ. ഇനിയും നിന്നോട് എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. നന്ദു എന്റെ പെണ്ണാ. അവള് എനിക്ക് മനസ്സ് പകുത്ത് തന്നതാ. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നീ എന്റെ അടുത്ത കൂട്ടുകാരനായിപ്പോയി. അതും എനിക്ക് ചെയ്ത ഉപകാരം അതത്രയും വലുതായിപ്പോയി. പിന്നെ എങ്ങനെയാ നിന്നോട് ഞാനത് പറയാം? ദേ അനി, നീ വെറുതെ എന്നെ കളിപ്പിക്കരുത്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിർത്ത് നവീൻ, ഞാൻ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതാണ് സത്യം. അത് നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നന്ദുവിന്റെ കൂടെ വരുന്ന പോലീസുകാരോട് ചോദിച്ചു നോക്ക്. അവർക്കൊക്കെ അറിയാം ഈ ഞാനും നന്ദു തമ്മിലുള്ള പ്രണയം. ഇത് കേട്ടപ്പോൾ നവീൻ ആകെ ആശ്ചര്യപ്പെട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോ നീ എന്നെ ചതിക്കുമായിരുന്നോ? ഇത്രയും നാളെന്നെ കോമാളിയാക്കുമായിരുന്നോ? അങ്ങനെയല്ല നവീൻ. പക്ഷേ എനിക്കിപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ പെണ്ണിനെ നീ ഇങ്ങനെ എൻ്റെ പെണ്ണെന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല നവീൻ. ചീറ്റ്. ഇതൊക്കെ ചീറ്റിങ്ങാ. നീ ഇപ്പം എന്നോട് ചീറ്റിങ്ങാ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ നിനക്കോ ചെയ്ത ഉപകാരത്തിന് നീ എനിക്ക് തന്ന പ്രത്യുപകാരം. കൊള്ളാം. എല്ലാരും കൂടി കളിപ്പിക്കുകയായിരുന്നു എന്നെ അല്ലേ? നീയും നന്ദും എന്നെ കയ്യിലിട്ട അമ്മാനമാടി. അങ്ങനെയല്ല നവീൻ, വേണ്ട. ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. എന്നെ വേണ്ടാത്ത നിങ്ങളുടെയൊക്കെ കൂടെ ഞാൻ എന്തിനാ നിൽക്കുന്നത്? കോമാളിയാക്കാൻ മാത്രമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ചോണ്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഇതിന്റെ ബാക്കി എപ്പിസോഡൊക്കെ അടുത്ത എപ്പിസോഡിലായിട്ട് ഇടാം. ആദർശിന് എന്ത് പറ്റിയെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അബിയുടെ ചാരനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അയാളെയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിടിലൻ എപ്പിസോഡ് എന്തായാലും അടുത്ത എപ്പിസോഡിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.